ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് 2-3 ക്യാഷ് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ടിപ്സ് ആട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. വീഡിയോയും ഞാൻ പറയുന്ന പോയിൻ്റായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന പോയിൻ്റ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. നമ്മൾ വീട്ടിലുള്ള അതായത് നമ്മൾ വേസ്റ്റ്, മറ്റുള്ള ചിരട്ട, അതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1-2 മാസം കഴിയുമ്പോൾ ഒരു 100-200 അങ്ങനെയൊക്കെ കിട്ടും. കാരണം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് വെക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു കുറ്റി വാങ്ങുക, എന്നിട്ട് അതിൽ ഇട്ട് വെക്കുക. ഓരോ നമുക്ക് എന്താ കിട്ടുന്നത് അത് അതിലിട്ട് വെക്കുക. പിന്നെ കോഴികളുള്ളവരുണ്ടാവും, കോഴിനെ പൈസ കിട്ടുന്നത്, പിന്നെ മുട്ട, അതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചാൽ നമുക്ക് ഒരു നാണയം, ഒരു 100 രൂപയാണെങ്കിൽ ഒരു 100 രൂപയല്ലേ എന്ന് തോന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഈ കുറ്റിയിലിട്ട് കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പം, 1-2 അല്ല, ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ അത് അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് കിട്ടും. അതേപോലെ ചിരട്ടക്കൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കേണ്ടതില്ല. അതൊക്കെ ചെറുതും നിന്ന് തന്നെയാണ് വലുത് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഹസ്ബൻഡുമാരത് വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ, അതൊക്കെ ശരിക്കും നമുക്ക് അവകാശമുള്ള പൈസ തന്നെയാണ് കേട്ടോ, അല്ലാതെ കട്ടെടുക്കലൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ നിങ്ങൾ ഒരു സമയപരിധി വെക്കുക. ഈ ഒരു നോമ്പിന് തുടങ്ങി അടുത്ത നോമ്പിനെ ഞാൻ അത് എടുക്കത്തുള്ളൂ എന്നുള്ള ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായാലും ശരി. ഞാനിപ്പോൾ വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ, ഞാൻ ഗോൾഡ് ചെയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും പറ്റും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രത്തോളം ഉയർന്ന് ചിന്തിക്കണോ അത് മാത്രമാണ് നമ്മൾ ബ്രെയിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിൽ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് നടന്നാൽ നമ്മൾ ഒരിക്കലും കഴിയാതെ ഒരു മൂലത്തിലേ ഇരിക്കലുണ്ടാവുള്ളൂ. പിന്നെ തയ്യൽ ചെയ്യുന്നവരുണ്ടാവും, അതൊക്കെ നമ്മളെ അടുത്തേക്ക് വരുമല്ലോ, ഒന്ന് ഷേപ്പാക്കാനോ അല്ലെ കൈ വെട്ടാനോ, അതിനൊക്കെ നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ട് അതൊക്കെ ഇതാ ഈ ഒരു കുഞ്ഞു കുടുക്കയിലിടാം. അപ്പം നിങ്ങളും ഈ സമ്പാദ്യശീലൊന്ന് തുടങ്ങി നോക്കേണ്ടു. എന്തായാലും നിങ്ങൾക്കതൊരു നല്ലൊരു യൂസ്ഫുൾ ആവും. ചിലപ്പം ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിലേറെ ക്യാഷ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ചെറിയൊരു സഞ്ചയമൊക്കെ അല്ലേ നമ്മൾ പണ്ടത്തെ, അതേപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ. ഇനി ഇതിൻ്റെ അധികം ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയണം, നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.